ഒരു ചുമര് നല്ലവണ്ണം നനയ്ക്കുക. നനച്ചതിന് ശേഷം ചെത്തി വൃത്തിയാക്കിയിട്ട് നനയ്ക്കുക. അതിന് ശേഷം ചാന്ത് കൂട്ടുക. ആ ചുമരിലേക്ക് ആവശ്യമുള്ള ചാന്ത് കുറച്ച് മണ്ണും പൊടി മാറ്റിയിടുക. അതിൻ്റെ ആവശ്യത്തിനെ കൂട്ടാവും, കൂടുതൽ കൂട്ടരുത്. എന്നിട്ട് ഈ ജോയിൻറ്റിൽ കണ്ടോ കുറച്ച് ഗ്രൗട്ട് തേക്കുക. ഗ്രൗട്ട് തേച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് പൊട്ടത്തില്ല. പിന്നെ ചുമരിനകത്ത് കുറച്ച് സിമെൻറ്റ് പൊടി, ഓവറായിട്ട് ഇടരുത്. സിമെൻറ്റ് നൈസായിട്ട് അടിക്കുക. സിമെൻറ്റ് കട്ടയാണെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം താഴെ നിന്ന് കോരി വെച്ച് വിടണം മുകളിലോട്ട്. കാര്യം മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ മുകളിൽ ആദ്യം ചെയ്ത ആദ്യം മുകളിൽ ഉണങ്ങും. ഇന്നലെ തേച്ചതാണ്. ഇത് മുഴക്കോലിട്ട് ലെവലാക്കി തേക്കുന്നതാണ്. തേച്ച് നല്ല ലെവലിൽ തേക്കാൻ പറ്റുമെങ്കിൽ തേച്ചതിന് ശേഷം നനച്ച് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം നനച്ച് കൊടുക്കുക. ഒരു 3 ദിവസം നനച്ചാൽ മതി. അതിൽ കൂടുതൽ നനയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചുമരിൽ വെള്ളം ഒഴിച്ച് നോക്കിയാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിക്കത്തില്ല. വെള്ളം അങ്ങനെ ഒഴിക്കുന്ന വെള്ളമെല്ലാം താഴോട്ട് പോകും. അപ്പോഴേ ചുമര് നല്ല ബലം ഉണ്ടെന്ന് വിചാരിക്കും. ഈ ചുമരിലേക്ക് ആവശ്യമുള്ള ചാന്തേ കൂട്ടാവും. കൂടുതൽ കൂട്ടിയിടരുത്. ചില പണിക്കാരെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള ചാന്ത് രാവിലെ അങ്ങ് കൂട്ടും. അങ്ങനെ കൂട്ടിയിടാൻ സമ്മതിക്കരുത്. കൂട്ടിയിടാൻ സമ്മതിക്കുക പറയുന്ന കാരണം എന്ന് വെച്ചാൽ സിമെൻറ്റിന് ബലം ഉണ്ടാകും. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടിങ് കുറയും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇത് തേച്ചതിന് ശേഷം നോക്കിയേ, നമ്മൾ എങ്ങനെ വലിച്ചാലും കറണ്ട് വെച്ചാൽ വലിക്കുന്നത്, എങ്ങനെ വലിച്ചാലും ഇളകി വരത്തില്ല. 3 ദിവസം നനയ്ക്കാൻ പാടുള്ളൂ. 3 ദിവസം ഒരു ഇടം നല്ലോണം നനച്ച് കൊടുക്കുക. ഒരിക്കലും ഇളകി വരത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പണിക്കാർ ചെയ്യുന്ന കംപ്ലീറ്റ് ചുരണ്ടുമ്പോൾ ഇളകി വരുന്നത്. അത് മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ മെത്തേഡ് അറിയില്ലെന്ന് എനിക്കറിയത്തില്ല. ആവശ്യത്തിന് ചാന്ത് കൂട്ടത്തില്ല. രാവിലെ വന്ന് വൈകുന്നേരം വരെയുള്ള ചാന്ത് കൂട്ടിയിട്ട് അങ്ങ് തേക്ക്. ഈ സിമെൻ്റ് എന്ന് പറയുന്നത് നനഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ കൗണ്ടിങ് തുടങ്ങി. അപ്പോൾ അതിന് ഒരിക്കലും ബലം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം 2 കൊല്ലം കഴിയുമ്പോൾ അടിയിൽ നിന്നൊക്കെ പൊളിഞ്ഞ് വരുന്നത് കാരണം. ഇതുവരെ കാരണവശാലും പൊളിയത്തില്ല. ഇങ്ങനത്തെ മെത്തേഡിൽ ചെയ്താൽ മതി. കാരണം നമ്മളിത് അടിയൊക്കെ നോക്കി എങ്ങനെ വലിച്ചാലും ഇളകി വരത്തില്ല. നോക്കി ഇത്രയും സൗണ്ടിലിട്ട് വലിക്കുന്നതാണ്, ഇളവത്തില്ല. കാരണം നമ്മൾ ആ രീതിക്കാണ് പണിയുന്നത്. സിമെൻറ്റ് ആവശ്യത്തിനേ കൂട്ടാവും. ഇപ്പം 5 ചട്ടി മണലിട്ട് 5 ചട്ടി മണലിട്ട് കൂട്ടിയാൽ ആ മണലെടുക്കുന്ന പോലെ സിമെൻറ്റ് എടുക്കണം. അതിൽ ഒരു വ്യത്യാസം വരുത്തരുത്. ഞങ്ങൾ ഡാൽമിയ സിമെൻറ്റാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ശങ്കർ റാംകോ ഒന്നും ഞാൻ തൊടത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഡാൽമിയ എടുക്കുക. നിറയെ എംസാനും പാറപ്പൊടിക്കും ഡാൽമിയ സിമെൻറ്റ് നല്ല സൂപ്പർ സിമെൻറ്റാണ്. അപ്പോൾ നല്ലോണം നോക്കി ചെയ്യുക. വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വീടിൻ്റെ പണിക്ക് എടുക്കുക. നമ്മൾ പല വീട്ടിൽ ചെന്ന് ചില്ലറ പണിക്ക് പോകുമ്പോൾ എല്ലാം ഇളകി പോവുകയാണ്.